ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം ന്യൂ പാറ്റേൺ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് +1 ബോട്ടണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായ റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ്, പ്ലാന്റ് ഫിസിയോളജിയിലെ റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് മക്കൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: all living organisms retain the enzymatic machinery to partially oxidize glucose without the help of oxygen. This breakdown is true. മക്കളെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും അല്ലെ പാർഷ്യൽ ഓക്സിഡേഷൻ നടക്കുന്നത്. പാർഷ്യൽ ഓക്സിഡേഷൻ ഓൾ ലിവിങ് ഓർഗാനിസംസ്. ഈ 2 പോയിന്റ് മതി മക്കളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. ഏതാണ് ആ പ്രോസസ്സ്? യെസ്, ഇറ്റ് ഈസ് ഗ്ലൈക്കോളിസിസ് അല്ലെ. ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിന്റെ വേറൊരു പേര് എന്താണ്? EMP പാത്വേ ആണ് അല്ലെ. നെയിം ഓഫ് ദി സയന്റിസ്റ്റ് ആരൊക്കെയാണ് മക്കളെ? എംഡൻ, മെയർഹോഫ്, പാർനാസ്. EMP pathway, glycolysis അല്ലെ, that takes place in all living organisms, doesn't matter whether it is aerobic or anaerobic, common pathway ആണ് അല്ലെ. അപ്പോൾ ആ 2 പോയിന്റുകൾ അവിടെ കിട്ടി. ഗ്ലൈക്കോളിസിസിൽ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസംസ് അല്ലെ. സോ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നെക്സ്റ്റ് സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് റെസ്പിറേഷൻ? മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ന്യൂ പാറ്റേണിൽ നീറ്റ് എക്സാമിനേഷൻ സീരീസിൽ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 4-5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: compounds that are oxidized during respiration are known as respiratory substrates. ശരിയല്ലേ മക്കളെ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന്റെ ഡെഫിനിഷൻ ആണത് അല്ലേ. അതായത് റെസ്പിറേഷനിൽ ഓക്സിഡൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇതിനകത്ത് മറ്റൊരു പോയിന്റ് കൂടെ കിടപ്പുണ്ട്. എന്താണ്? NCERT വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? മോസ്റ്റ് ഫേവേർഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഇൻ ഓൾ ഓർഗാനിസംസ്. ഏതാണ് മോസ്റ്റ് ഫേവേർഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? യെസ്, ഒരു സംശയവും ഇല്ല. ഏതാണ്? ഗ്ലൂക്കോസ് ആണ് അല്ലെ. അതർ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ആസ് വെൽ അല്ലെ. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ്. കാർബോഹൈഡ്രേറ്റ് കൂടാതെ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഓർഗാനിക് ആസിഡ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ മോസ്റ്റ് ഫേവേർഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. ദി കാർബൺ സ്കെലിറ്റൺ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ ഈസ് യൂസ്ഡ് ആസ് precursor അല്ലെ. precursors for biosynthesis of other molecules in the cell. വളരെ കൃത്യമായിട്ട് NCERT പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് അല്ലേ. ഒന്നും പറയാനില്ല. അത് ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് കണക്റ്റഡ് ആണ്. NCERT തന്നെ പിന്നീട് പറയുന്ന അവസാന ഭാഗത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം കാർബൺ സ്കെലിറ്റൺ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ്സ്, ആ ഇന്റർമീഡിയറ്റ്സ് ബയോസിന്തസിസിന് ഉപയോഗിക്കുന്നു. എനർജി കിട്ടുക മാത്രമല്ല, ബയോസിന്തസിന് ഉപയോഗിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അസറ്റൈൽ കോഎൻസൈമെ നമുക്കറിയാം. ഈ പാത്വേയിൽ ഉണ്ടാവുന്ന അസറ്റൈൽ കോഎൻസൈമെ ഫാറ്റി ആസിഡ് സിന്തസിന് ഉപയോഗിക്കുന്നു അല്ലെ. പൈറൂവിക് ആസിഡിനെ വേണമെങ്കിൽ അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് പ്രോട്ടീൻ സിന്തസിന് യൂസ് ചെയ്യാം അല്ലെ. അങ്ങനെ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റെസ്പിറേറ്ററി പാത്വേ ഇൻവോൾവ്സ് ഏതൊക്കെയുണ്ട് മക്കളെ? കാറ്റബോളിസം ഉണ്ട്, അതേപോലെ അനബോളിസം ഉണ്ട്. അതുകൊണ്ട് റെസ്പിറേറ്ററി പാത്വേ ഈസ് ബെറ്റർ കോൾഡ് ആസ് ആംഫിബോളിക് പാത്വേ അല്ലെ. സോ ആ ഒരു കോൺസെപ്റ്റുമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: വെൻ പ്ലാന്റ് സെൽസ് ഫോട്ടോസിന്തസൈസ്. നമ്മൾ ഇപ്പോൾ കണ്ട സ്റ്റേറ്റ്മെന്റിന് സെന്റൻസിന് തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ ഡു പ്ലാന്റ്സ് ബ്രീത്ത് എന്ന പാരഗ്രാഫിലുള്ള ഒരു ക്വസ്റ്റ്യൻ സെന്റൻസ് ആണത്. When plant cells photosynthesize, availability of oxygen is a problem in these cells. മക്കളെ ശ്രദ്ധിക്കണം, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ഈസ് എ പ്രോബ്ലം അല്ല, ഈസ് നോട്ട് എ പ്രോബ്ലം എന്നാണ് വേണ്ടത് അല്ലേ. അവിടെ എന്ത് വേണമായിരുന്നു? നോട്ട് വേണമായിരുന്നു. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിൽ നോട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഇൻ അനീറോബിക് ഓർഗാനിസംസ് ഗ്ലൈക്കോളിസിസ് ഇസ് ദ ഓൺലി പ്രോസസ് ഇൻ റെസ്പിറേഷൻ. ഒരു സംശയവും ഇല്ല, കറക്റ്റ് ആണ്. ഗ്ലൈക്കോളിസിസ് എന്ന ടൈറ്റിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം അനീറോബിക് ഓർഗാനിസത്തിൽ ATP സിന്തസ് നടക്കുന്നത് ഗ്ലൈക്കോളിസിസിലൂടെ മാത്രമാണ്. അവിടെ ഏതില്ല മക്കളെ? ക്രബ് സൈക്കിൾ ഇല്ല അല്ലെ. ക്രബ് സൈക്കിൾ ഉണ്ടോ? ഇല്ല. ക്രബ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഈ സംഭവങ്ങളൊന്നും ഇല്ല. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമാണ് ATP സിന്തസ് നടക്കുന്നത്. അതാണ് ആ സ്റ്റേറ്റ്മെന്റിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. റെഡ്യൂസിങ് ഏജന്റ് ഈസ് NADH+H+, which is reoxidized
to NAD plus in both alcoholic and lactic acid fermentation. ശരിയല്ലേ മക്കളെ? അപ്പോൾ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? NADH+H+ is converted to NAD+. അപ്പോൾ NADH+H+ അതിന്റെ കയ്യിലുള്ള ഹൈഡ്രജൻ ആർക്ക് കൊടുക്കുകയാണ്? പൈറുവിക് ആസിഡിന് കൊടുക്കുകയാണ്. അപ്പോൾ പൈറുവിക് ആസിഡ് is reduced. ശരിയല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പൈറുവിക് ആസിഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ NADH+H+ന്റെ ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ 5 സ്റ്റേറ്റ്മെന്റുകളിൽ 4 എണ്ണം ശരിയാണ്, ഒരെണ്ണം മാത്രം തെറ്റാണ്. ഏതാണ് തെറ്റ്? സി. അപ്പൊ സി ഒഴിവാക്കിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് ചൂസ് ചെയ്യാം മക്കളെ. ഓപ്ഷൻ 3 ABDE ഓൺലി അല്ലെ, സി തെറ്റാണ്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റുകളാണ് നമുക്ക് ആ ഒരു സ്ലൈഡിലൂടെ കിട്ടിയത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. നെറ്റ് ഗെയിൻ ഓഫ് ATP മോളിക്യൂൾസ് ഇൻ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ നമുക്ക് എത്ര ATP ആണ് കിട്ടുന്നത്? നെറ്റ് ഗെയിൻ ആണ് പറഞ്ഞത്, ടോട്ടൽ പ്രൊഡക്ഷൻ അല്ല. ടോട്ടൽ 4 ATP ഉണ്ടാവുന്നുണ്ടെങ്കിലും എത്ര മാത്രമേ ബാക്കിയാവുന്നുള്ളൂ? യെസ്, ക്ലിയർ ആണ്, നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നു. എത്രയാണ്? 2 ATP. ശരിയല്ലേ? 2 ATP ആണ് നെറ്റ് ഗെയിൻ. 2 ATP ആണ്. അത് ഏത് മെക്കാനിസം ആണ്? ATP സിന്തസിസിന് റെസ്പിറേഷനിൽ 2 മെക്കാനിസംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ്, മറ്റൊന്ന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ആണ്. ഗ്ലൈക്കോളിസിസിൽ ഉള്ളത് ഏതാണ്? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് അല്ലേ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷനിലൂടെയാണ് ഈ 2 ATPയും ഗ്ലൈക്കോളിസിസിലൂടെ കിട്ടുന്നത്. സോ നെറ്റ് ഗെയിൻ ഇസ് 2 ATP. ക്ലിയർ ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ റെസ്പിറേറ്ററി പാത്വേയിലുള്ള ഇവന്റ്സ് അത് ഏത് സൈറ്റിലാണ് നടക്കുന്നത്? പ്ലാന്റ് സെൽസിൽ ഇത് എവിടെയൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാം. ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റ് ആണ്. ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സൈറ്റോസോൾ. സൈറ്റോപ്ലാസത്തിൽ എവിടെയാണ്? സൈറ്റോസോളിലാണ് അല്ലേ? യെസ്. ഇനി ക്രബ് സൈക്കിൾ, TCA സൈക്കിൾ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. പ്ലാന്റ് സെൽസിൽ അല്ലെ, റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ പ്ലാന്റ് സെൽസിൽ അല്ലെങ്കിൽ യൂകാരിയോട്ടിക് സെൽസിൽ ക്രബ് സൈക്കിൾ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ആണ്. Then ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, എവിടെയാണ്? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ 3 ഇമ്പോർട്ടന്റ് റിയാക്ഷന്റെയും പ്രോസസ്സിന്റെയും ലൊക്കേഷൻ ആണ് അതിലൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താണ് കിടപ്പുള്ളത്. സോ ഓപ്ഷൻ 1 തന്നെയാണ് കറക്റ്റ് ആൻസർ. A1, B2, C3 അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് NAD+ ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷനിൽ NAD+ന്റെ റോൾ എന്താണ് മക്കളെ? വാട്ട് ഈസ് NAD+? നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും NAD+ എന്താണ്? യെസ്, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ് അല്ലേ? ഇറ്റ് ഈസ് എ കോഎൻസൈം പ്രസന്റ് ഇൻ ഓൾ ലിവിംഗ് ഓർഗാനിസംസ് എന്ന് പറയാം. കാരണം ഗ്ലൈക്കോളിസിസ് നടക്കണമെങ്കിൽ ഏത് വേണം? NAD+ വേണം. ശരിയല്ലേ? അപ്പോൾ ഇറ്റ്സ് എ കോഎൻസൈം പ്രസന്റ് ഇൻ ഓൾ ലിവിംഗ് ഓർഗാനിസംസ്. എക്സ്പാൻഷൻ എന്താണ്? നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. അപ്പോൾ വാട്ട് ഈസ് ദ റോൾ? NAD+ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? NAD+ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഫങ്ഷൻസ് ആസ് ആൻ ഇലക്ട്രോൺ കാരിയർ ആയിട്ടാണ്. അതായത് റെസ്പിറേഷനിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ഹൈഡ്രജൻ മൊത്തം ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? NAD+ ആണ്. അങ്ങനെ ഏത് ഫോം ചെയ്യുന്നു? NADH+H+ ഫോം ചെയ്യുന്നു. ഞാനിത് പറയുമ്പോൾ മക്കൾക്ക് ആ ഒരു സ്റ്റെപ്പ് കണക്ട് ആവുന്നുണ്ടാവും ഗ്ലൈക്കോളിസിസിൽ അല്ലേ? ഗ്ലൈക്കോളിസിൽ ആ സ്റ്റെപ്പ് കണക്ട് ആവുന്നുണ്ടാവും. ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവുന്ന ആൽഡിഹൈഡ് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിൽ NAD+ ബിക്കംസ് NADH+H+ അല്ലേ? ഓക്സിഡേഷൻ ആണ്. അതേപോലെ അത് കഴിഞ്ഞ് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം ആവുന്ന സ്റ്റെപ്പിൽ, പിന്നീട് ക്രബ് സൈക്കിളിൽ 3 സ്റ്റെപ്പുകളിൽ ഒക്കെ ആര് വരുന്നുണ്ട്? NAD+ വരുന്നുണ്ട് അല്ലേ? ആസ് ആൻ ഇലക്ട്രോൺ കാരിയർ. Let's move on to the next slide. Which enzyme is responsible for conversion of pyruvate to acetyl coenzyme? പൈറുവേറ്റിന് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണ്? ദാറ്റ് ഈസ് ഫോർ ക്രബ് സൈക്കിൾ. ശരിയല്ലേ? ടു കണ്ടിന്യൂ ദ പാത്വേ അൺഇന്ററപ്റ്റഡ്. പാത്വേ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, റെസ്പിറേറ്ററി പാത്വേ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പൈറുവിക് ആസിഡ് ഇസ് ദ കീ പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ആ പൈറുവിക് ആസിഡ് ഏതായിട്ട് കൺവേർട്ട് ചെയ്യണം? അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇറ്റ്സ് എ കോംപ്ലക്സ് സെറ്റ് ഓഫ് റിയാക്ഷൻസ് അല്ലേ? കാറ്റലൈസ്ഡ് ബൈ വിച്ച് എൻസൈം? PDH ആണ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. PDH എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും അല്ലേ? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം ആണ്. ഈ റിയാക്ഷനിൽ, ഈ ഒരു സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. ഇതും ഈ റിയാക്ഷനും എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ തന്നെയാണ് അല്ലേ?
അപ്പോൾ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. അടുത്ത ചോദ്യം, which of the following is incorrect regarding respiration in an eukaryotic cell? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഗ്ലൈക്കോളിസിസ് ഇസ് കോമൺ ടു എയറോബിക് ആൻഡ് അനീറോബിക് റെസ്പിറേഷൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നും പറയാനില്ല. ദെൻ ഫെർമെന്റേഷൻ ഒക്കേഴ്സ് ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ശരിയാണ്. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അനീറോബിക് റെസ്പിറേഷൻ ആണ് അല്ലേ? വെദർ ഇറ്റ് ഈസ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ഓർ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇനി ക്രബ്സ് സൈക്കിൾ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. ശരിയല്ല. ശരിയാണോ? അല്ല. ദാറ്റ് ഈസ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതാണ് ശരി ഉത്തരം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ക്രബ്സ് സൈക്കിൾ ഒക്കേഴ്സ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ഇൻ ആൻ യൂകാരിയോട്ടിക് സെൽ. യൂകാരിയോട്ടിക് സെൽ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ്. നമ്മൾ നേരത്തെ മാച്ച് ദ ഫോളോയിങ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? Then ATP act as energy currency of the cell. Let's move on to the next slide. Substrate level phosphorylation occurs during. എപ്പോഴൊക്കെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ATP അല്ലേ സിന്തസിസ് നടക്കുന്നത്. ADP combines with inorganic phosphate and ATP synthesis also takes place. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷനിലൂടെ ATP സിന്തസൈസ് ചെയ്യുന്നത് ഏതൊക്കെ പ്രോസസ്സുകളിലാണ്? ഗ്ലൈക്കോളിസിസിലുണ്ട്. ഇത് പറയുമ്പോൾ മക്കൾക്ക് മനസ്സിൽ ആ സ്റ്റെപ്പ് വരുന്നുണ്ടാവും. ശരിയല്ലേ? ഏതൊക്കെയാണ്? 1-3. യെസ്, അത് തന്നെ 1-3 BPGA അല്ലേ? 1-3 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അതിന്റെ കൂടെ പഠിക്കാവുന്നതാണ്. 1-3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലേ? 2-3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് ഗ്ലൈക്കോളിസിസിലുള്ള ഒരു സ്റ്റെപ്പ്. ഗ്ലൈക്കോളിസിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ്? പെപ്പ് ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ടു പൈറുവിക് ആസിഡ്. ശരിയല്ലേ മക്കളെ? പെപ്പ് ടു പൈറുവിക് ആസിഡ്, ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ടു പൈറുവിക് ആസിഡ്. ഈ രണ്ട് സ്റ്റെപ്പുകളിലാണ് എന്ത് നടക്കുന്നത്? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്. ഇനി ഇവിടെ മാത്രമാണോ? അല്ല, എവിടെയുമുണ്ട്. ക്രബ്സ് സൈക്കിളിലുമുണ്ട്, TCA സൈക്കിളിലുമുണ്ട്. TCA സൈക്കിൾ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ഏതുള്ളൂ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ഉള്ളൂ. ഏതാണ് ആ സ്റ്റെപ്പ്? യെസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. സക്സീനൈൽ, അത് തന്നെ സക്സീനൈൽ കോഎൻസൈം A ടു സക്സീനിക് ആസിഡ് അല്ലേ? സക്സീനൈൽ കോഎൻസൈം A ടു സക്സീനിക് ആസിഡ്. ഈ ഒരു സ്റ്റെപ്പിലാണ് ക്രബ്സ് സൈക്കിളിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ഗ്ലൈക്കോളിസിസിലും ഉണ്ട്, TCA സൈക്കിളിലും ഉണ്ട്. ഗ്ലൈക്കോളിസിസിൽ 2 സ്റ്റെപ്പുകളിൽ നടക്കുന്നു, TCA സൈക്കിളിൽ ഒരു സ്റ്റെപ്പിൽ മാത്രം നടക്കുന്നു. ETS ഉണ്ടോ? ഇല്ല. ETS ഫോസ്ഫോറൈലേഷൻ ഉണ്ട്. അതേതാണ്? അത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ആണ് അല്ലേ? അപ്പോൾ 1 and 2 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 2 is the right answer here. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മക്കളെ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ലെസ് ദാൻ 7% ഓഫ് എനർജി is released from glucose during lactic acid fermentation. ശരിയല്ലേ മക്കളെ? യെസ്, അത് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആയിക്കോട്ടെ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആയിക്കോട്ടെ, ഫെർമെന്റേഷനിൽ അനീറോബിക് റെസ്പിറേഷനിൽ ലെസ് ദാൻ 7% ഓഫ് ദ എനർജി ഫ്രം ഗ്ലൂക്കോസ് എന്താണ് റിലീസ്ഡ്. കണ്ടിന്യൂവേഷൻ NCERT പറയുന്നു എന്താണ്? ലെസ് ദാൻ 7% ആണ് റിലീസ് ചെയ്യുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ATP ആക്കി മാറ്റുന്നുണ്ടോ? ഇല്ല, നോട്ട് കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആസ് ATP. അത് കഴിഞ്ഞ് NCERT മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ബോത്ത് ദീസ് പ്രോസസ് ആർ ഹസാർഡസ്. ഏത്? ബോത്ത് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആൻഡ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആർ ഹസാർഡസ്. എന്തുകൊണ്ടാണ് മക്കളെ ഹസാർഡസ് എന്ന് പറയുന്നത്? അതും NCERT പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹസാർഡസ് എന്ന് പറയുന്നത്? ബിക്കോസ് ദീസ് ടു ആർ പ്രൊഡ്യൂസ്. ഏതാണ്? ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആ പോയിന്റ് കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് പഠിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡീകാർബോക്സിലേഷൻ occurs twice during each TCA cycle. ശരിയല്ലേ മക്കളെ? കാരണം TCA സൈക്കിളില് 6C എത്രയാവുന്നു? 5C ആവുന്നു. 5C പിന്നെ 4C ആവുന്നു. 4C പിന്നെ 3C ആവുന്നില്ല. ആവുന്നുണ്ടോ? ഇല്ല. 4C പിന്നീട് നമുക്കറിയാം 2Cയുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ വീണ്ടും 6C ഉണ്ടാവും. അപ്പൊ 6C 5C ആവുന്നു, 5C 4C ആവുന്നു എന്ന് പറയുമ്പോൾ ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് കാർബൺ കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ 2 ഡീകാർബോക്സിലേഷൻസ് ആണ് ക്രബ്സ് സൈക്കിളിൽ നടക്കുന്നത് അല്ലെ? അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ 3 is the right answer here. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അഗൈൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺസിഡർ ദ ഫോളോയിങ്. 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. In a coupled reaction during TCA cycle, GTP is converted to GDP with the simultaneous synthesis of ATP from ADP. മക്കളെ, ക്രബ്സ് സൈക്കിളിലുള്ള ഒരേ ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണിത്.
ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സക്സീനൈൽ കോഎൻസൈമേറ്റ് ടു സക്സിനിക് ആസിഡ് അല്ലേ, സക്സീനൈൽ കോഎൻസൈമേറ്റ് ടു സക്സിനിക് ആസിഡ്. ഈ ഒരു സ്റ്റെപ്പിലാണ് എന്ത് സംഭവിക്കുന്നത്, GDP is converted to GTP. ഈ ഒരു സ്റ്റെപ്പില് GDP അല്ലേ, GDP is converted to GTP ആണ്. ഉടനെ തന്നെ എന്ത് സംഭവിക്കും, GTP is converted to GTP breaks into GDP. അങ്ങനെ GDP ആവുമ്പോൾ അവിടെയാണ് കപ്പിൾഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. GDP ആവുമ്പോൾ ADP ATP ആയിട്ട് മാറുന്നു അല്ലേ, ADP becomes ATP. GDP ആവുമ്പോൾ ADP ATP ആയിട്ട് മാറുന്നു. അതാണ് കപ്പിൾഡ് റിയാക്ഷൻ. നോക്കൂ, GTP is converted to GDP with the simultaneous synthesis of ATP from ADP. ഇങ്ങനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ക്രെബ്സ് സൈക്കിളിൽ നടക്കുന്നത്. അപ്പോൾ സെന്റൻസ് കറക്റ്റ് ആണ്. Then there are 3 points in TCA cycle where NAD plus is reduced to NADH plus H plus. മക്കൾ ഓർക്കുന്നുണ്ടാവും NCERTയുടെ ഫിഗർ അല്ലേ, ആ സർക്കിളിൽ ലെഫ്റ്റിലും റൈറ്റിലും, ലെഫ്റ്റിൽ ഒരു പോയിന്റിൽ മാത്രം, റൈറ്റിൽ മുകളിലും താഴെയും, അങ്ങനെ 3 പോയിന്റുകളിലാണ് ഇന്ന് സംഭവിക്കുന്നത് NADH plus H plus പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ there are 3 points, കറക്റ്റ് അല്ലേ, 3 points. ഇനി വേറൊരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് NADH plus H plus അല്ല, ഏതാണ്, FADH2 ആണ്. അപ്പോൾ TCA cycle starts with condensation of acetyl group with pyruvic acid. തെറ്റല്ലേ മക്കളെ, പൈറുവിക് ആസിഡ് ആണോ, അല്ല, പൈറുവിക് ആസിഡിനെ അസറ്റൈൽ കോഎൻസൈമെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അസറ്റൈൽ കോഎൻസൈമെ എന്നിട്ട് ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്, ഓക്സാലോ അസറ്റിക് ആസിഡ് അല്ലേ, അവിടെ വേണ്ടിയിരുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അത് മാത്രമേ കറക്റ്റ് ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സ്റ്റെപ്പ് ഇൻ TCA സൈക്കിൾ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. മക്കളുടെ മനസ്സിൽ ഇപ്പോൾ ആൻസർ വന്നിട്ടുണ്ടാവും. കാരണം ക്രെബ്സ് സൈക്കിളിൽ ഓക്സിഡേഷൻ നടക്കാത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടും. സക്സിനൈൽ കോഎൻസൈമെ ടു സക്സിനിക് ആസിഡ്. ആ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ ഇല്ല. ആ സ്റ്റെപ്പിൽ ഉള്ളത് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടു. ആ സ്റ്റെപ്പിൽ ഉള്ളത് എന്താണ്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് അല്ലേ, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് ആ സ്റ്റെപ്പിലുള്ളത്. ബാക്കി 3 സ്റ്റെപ്പിൽ മാലിക് ആസിഡ് ടു ഓക്സാലോ അസറ്റിക് ആസിഡ്, യെസ്, ഈ സ്റ്റെപ്പിൽ ഏത് ഫോം ചെയ്യുന്നുണ്ട്, NADH plus H plus ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സക്സിനിക് ആസിഡ് ടു മാലിക് ആസിഡ്, ഈ സ്റ്റെപ്പിൽ NADH plus H plus അല്ല, ഏതാണുള്ളത്, FADH2. Then ഐസോസിട്രേറ്റ് ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ഈ സ്റ്റെപ്പിലും ഏതുണ്ട്, NADH plus H plus ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 3 അതിനകത്തുള്ളത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ക്രെബ്സ് സൈക്കിൾ? ക്രെബ്സ് സൈക്കിളിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഡയറക്ട്ലി യൂസസ് മോളിക്കുലാർ ഓക്സിജൻ ഇൻ ഇറ്റ്സ് റിയാക്ഷൻ. തെറ്റല്ലേ മക്കളെ? ഡയറക്ട്ലി ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ടോ? ക്രെബ്സ് സൈക്കിൾ മൊത്തം നമ്മൾ പഠിച്ചതാണ്, അവിടെ എവിടെയും ഓക്സിജൻ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇറ്റ് ഓക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം, പറയേണ്ട കാര്യമില്ല, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ആണ്. Then correct answer is option 3. നോക്കൂ മക്കളെ, it does not directly use oxygen. ഡയറക്ട്ലി ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പറയാറുള്ള എന്താണ്, എയറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക് റെസ്പിറേഷന്റെ പാർട്ടാണ് ഏത്, TCA സൈക്കിൾ. അപ്പോൾ ഡസ് നോട്ട് ഡയറക്ട്ലി യൂസ് ഓക്സിജൻ ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻഡയറക്ട്ലി. ഓക്സിജനെ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു. അതെങ്ങനെയാണ് നമുക്കറിയാം. എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജന്റെ റോൾ എന്താണ്, ഓക്സിജൻ ആക്ട് ആസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ശരിയല്ലേ മക്കളെ? ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്, ടെർമിനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കില്ല. നടക്കുമോ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടന്നില്ലെങ്കിൽ NADH plus H plus NAD ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല, FADH2 FAD ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. ഈ NADയും FADയും ഇല്ലെങ്കിൽ പിന്നീട് ക്രെബ്സ് സൈക്കിൾ നടക്കില്ല. നടക്കുമോ? ഇല്ല. അപ്പോൾ ക്രെബ്സ് സൈക്കിൾ നടക്കണമെങ്കിൽ, അൺഇന്ററപ്റ്റഡ് ആയിട്ട് പാത്വേ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ NAD വേണം, FAD വേണം. അത് കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കണം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ ഫൈനൽ ആക്സെപ്റ്റർ ആയിട്ട് ആര് വേണം, ഓക്സിജൻ വേണം. അപ്പൊ ഇൻഡയറക്ട്ലി ക്രെബ്സ് സൈക്കിൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കോൺസെപ്റ്റുകൾ കിട്ടി അല്ലേ? ഈ ഒരു പോയിന്റ് ഏതാണ്, ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഏതാണ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയാം, ടെർമിനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയാം, ഫൈനൽ ഹൈഡ്രജൻ ആക്സെപ്റ്റർ എന്ന് പറയാം. ആരെ? ഓക്സിജനെ അല്ലേ? സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അടുത്ത സ്ലൈഡ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോ കോംപ്ലക്സിന്റെയും പേരുകളാണ് മക്കളെ. കോംപ്ലക്സ് 1 ഏതാണ്, NADH ഡീഹൈഡ്രോജിനേസ് ആണ്.
കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ് അല്ലേ. സോ A1B4. ദെൻ കോംപ്ലക്സ് 3 എന്ന് പറയുന്ന സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്, സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, അപ്പോൾ C2. ദെൻ കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് ഏതാണ്? സൈറ്റോക്രോം C ഓക്സിഡേസ് ആണ്. സോ ഓപ്ഷൻ 2, സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓരോ കോംപ്ലക്സുകളുടെയും പേരുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതോടൊപ്പം മൊബൈൽ കാരിയേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം അല്ലേ. സൈറ്റോക്രോം സിയും യുബിക്വിനോണിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ചോദ്യം, ഫാറ്റി ആസിഡ്സ് ആർ കണക്റ്റഡ് വിത്ത് റെസ്പിറേറ്ററി പാത്വേ ത്രൂ. തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ഫാറ്റി ആസിഡ് എൻ്റർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്? അസറ്റൈൽ കോഎൻസൈം എ ഫോമിലാണ്. ശരിയല്ലേ? അസറ്റൈൽ കോഎൻസൈം എ. തിരിച്ച് ബോഡിക്ക് ഫാറ്റി ആസിഡ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയും ചെയ്യും? അസറ്റൈൽ കോഎൻസൈം എ എക്സിറ്റ് ചെയ്യും, അങ്ങനെ ഫാറ്റി ആസിഡ് സിന്തസിന് അത് ഉപയോഗിക്കുകയും ചെയ്യും. ശരിയല്ലേ മക്കളെ? അപ്പോൾ ആംഫിബോളിക് പാത്വേ അല്ലേ, അവിടെ കൃത്യമായിട്ട് അതിന്റെ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ NCERT-യിൽ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, ആർക്യൂ ഓഫ് ട്രൈപാൽമിറ്റിനേഴ്സ്. മക്കളെ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണത്. ആർക്യൂ ഓഫ് ട്രൈപാൽമിറ്റിൻ എന്താണ്? ഒരു ഫാറ്റ് ആണ്. സോ ഫാറ്റിന്റെ ആർക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.7 ആണ്. അതായത് ലെസ് ദാൻ 1 ആണ്. അത്രേ ഉള്ളൂ സംഭവം. ലെസ് ദാൻ 1 ഏത്? ഫാറ്റ് 0.7 ആണ്, പ്രോട്ടീൻ ആണെങ്കിൽ 0.9 ആണ് അല്ലേ. 0.9 പ്രോട്ടീൻ ആണ്, മക്കൾക്കറിയാം. പിന്നെ ബാക്കി വരുന്ന ഏതാണ്? കാർബാണ്. കാർബോഹൈഡ്രേറ്റിന് എത്രയാണ്? 1 ആണ്. ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ നന്നായിട്ട് അത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ഉറപ്പല്ലേ? നമുക്കറിയാം മറ്റൊരു കാര്യം കൂടെ, ആർക്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ ആർക്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത ചോദ്യം, സൈറ്റോക്രോം സി എ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സൈറ്റോക്രോം സി എവിടെയാണ് വരുന്നത്? ബിറ്റ്വീൻ കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4. ശരിയല്ലേ? കോംപ്ലക്സ് 3-ൽ നിന്ന് ഇലക്ട്രോൺ എടുത്ത് കോംപ്ലക്സ് 4-ന് ഇലക്ട്രോൺ കൊടുക്കുന്ന ആളാണ് ആര്? സൈറ്റോക്രോം സി എന്ന് പറയുന്നത്. സൈറ്റോക്രോം സി ഉള്ളത് എവിടെയാണ്? മെംബ്രെയിനിലാണ്, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിന് 2 സർഫസ് ഉണ്ട്, ഔട്ടർ സർഫസ്, ഇന്നർ സർഫസ്. ഇന്നർ സർഫസ് എന്ന് പറഞ്ഞാൽ മാട്രിക്സിലോട്ട്, അവിടെയാണോ ഉള്ളത്? അല്ല, ഔട്ടർ സർഫസിലാണ്. അപ്പോൾ ഔട്ടർ സർഫേസ് ഓഫ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ എന്ന് വരണം. എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1, ഔട്ടർ സർഫേസ് ഓഫ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ അല്ലേ. അതാണ് സൈറ്റോക്രോം സിയുടെ ലൊക്കേഷൻ. ഇറ്റ്സ് എ സ്മോൾ പ്രോട്ടീൻ. മക്കളെ ശ്രദ്ധിക്കണേ, ഇറ്റ് ഈസ് എ സ്മോൾ പ്രോട്ടീൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2 കോപ്പർ സെന്റേഴ്സ് ആർ ഫൗണ്ട് ഇൻ. അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള കോംപ്ലക്സുകളില്ലേ, അതിൽ 2 കോപ്പർ സെന്റർ ഉള്ളത് ഏത് കോംപ്ലക്സിലാണ്? ഒരു സംശയവും ഇല്ല, ഏതിലാണ്? കോംപ്ലക്സ് 4-ലാണ്. അതിനകത്ത് 2 കോപ്പർ സെന്റർ ഉണ്ട്. പിന്നെ യെസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും, സൈറ്റോക്രോം എ ഉണ്ട്, പിന്നെ സൈറ്റോക്രോം A3 ഉണ്ട്. അപ്പൊ സൈറ്റോക്രോം A3 2 കോപ്പർ സെന്റേഴ്സ് അതുള്ളതാണ് ഏത്? കോംപ്ലക്സ് 4 എന്ന് പറയുന്നത്. കോംപ്ലക്സ് 1-ലും 2-ലും 3-ലും കോപ്പർ ഇല്ല. പിന്നെ എന്താണുള്ളത്? യെസ്, മക്കളുടെ മനസ്സിൽ വരുന്നുണ്ടാവും, എന്തൊക്കെയാണുള്ളത്? കോപ്പർ ഇല്ല, എന്താണുള്ളത്? യെസ്, അയൺ ഉണ്ട്, പിന്നെ സൾഫർ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 1-ലും 2-ലും 3-ലും അയണും സൾഫറും ഉണ്ട്. 4-ലുള്ളത് അയണും സൾഫറും അല്ല, 2 കോപ്പർ സെന്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫോർ ഈച്ച് ATP produced, how many H+ pass through F0 from intermembrane space of mitochondria to the matrix down the electrochemical proton gradient? അതായത് ATP സിന്തേസ് എൻസൈം അതിന്റെ 2 കമ്പോണന്റ് ആണ് മക്കളെ. ഏതൊക്കെയാണ്? F0 F1. മക്കൾക്കറിയാം, ശരിയല്ലേ? യെസ്, ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും, ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ഏതാണ്? 4H+ അല്ലേ. 4H+ ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഈ ചാനലിലൂടെ, ഏത് ചാനൽ? പ്രോട്ടോൺ ചാനൽ. ഏതാണ്? F0 ഒരു ചാനലാണ് അല്ലേ. ശരിയല്ലേ മക്കളെ? പ്രോട്ടോൺ ചാനലാണ്. പ്രോട്ടോൺ ചാനൽ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് നടക്കുക. എന്ന് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് പ്രോട്ടോണിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? F1 ആക്ടിവേറ്റഡ് ആവുന്നത്. F1 ആക്ടിവേറ്റഡ് ആവുമ്പോൾ F1 ആണ് ആക്റ്റീവ് സൈറ്റ്. ശരിയല്ലേ? അപ്പോൾ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ATP സിന്തസിസ് നടക്കുന്നു. ശരിയല്ലേ? അപ്പോൾ 4H+ ഓപ്ഷൻ 2 is the right answer here. Let's move on to the next slide. ഒരു match the following question ആണ്. സിമ്പിൾ ആണ്, പക്ഷെ ഫണ്ടമെന്റൽ ആണ്. നമുക്ക് നോക്കാം. ഓക്സാലോ അസറ്റിക് ആസിഡ് മക്കളെ എത്ര കാർബൺ ഉണ്ട്? ഒരു സംശയവും. എത്ര കാർബൺ ആണ്? 4 കാർബൺ ആണ് അല്ലേ. കോളം 2-ൽ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്കറിയാം. PgAl ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് കോളം 2 നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. എത്രയാണ്? 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഐസോസിട്രിക് ആസിഡ് ഐസോസിട്രിക് ആസിഡ് ഇതൊക്കെ എത്രയാണ് മക്കളെ? 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ശരിയല്ലേ? 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ദെൻ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് എത്ര കാർബൺ ആണ്? 5 കാർബൺ കോമ്പൗണ്ട് ആണ്.
അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ A3, B4, C1, D2. ഓപ്ഷൻ 1 തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ: റെസ്പിറേറ്ററി പാത്വേ ഈസ് ബെറ്റർ കോൾഡ് ആസ് ആംഫിബോളിക് പാത്വേ. വൈ? ഉടനെ മനസ്സിൽ വരേണ്ട ചോദ്യം അതാണ്. വൈ? എന്തുകൊണ്ട് റെസ്പിറേറ്ററി പാത്വേയെ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നു? അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം റെസ്പിറേറ്ററി പാത്വേ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ബോത്ത് അനബോളിസം ആൻഡ് കാറ്റബോളിസം. ശരിയല്ലേ? കാറ്റബോളിസം നടക്കുന്നു, അപ്പോൾ ആനബോളിസവും നടക്കും, രണ്ടും ഒരുമിച്ച് നടക്കും. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. കറക്റ്റ് റീസണിങ് ആണ് മക്കളെ, ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ ഇവിടെ ഏതാണ് അങ്ങനെ കറക്റ്റ് റീസണിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ 1, both are correct and is the correct explanation. ശരിയല്ലേ? So option 1 is the right answer here. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ മക്കൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വരുന്ന മെയ് 3 വരുന്ന നീറ്റ് എക്സാമിൽ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.